ചേട്ടോ, അല്ല കാസർഗോഡ് നഗരസഭയിലെ BJP ഇത്തവണ ഭരിക്കോ? സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. കാരണം നിങ്ങൾക്ക് പകുതി സീറ്റ് പോലും ഇല്ല. ചേട്ടാ, ദൈവം ഞങ്ങളെ കൂടെയാണ്. ദൈവം മാത്രം മതിയോ? ജനങ്ങളുടെ വോട്ട് വേണ്ടേ? ഈടെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി. പക്ഷെ മുസ്ലിമുകൾക്ക് ഇപ്പൊ മനസ്സിലായി BJP വർഗീയ പാർട്ടി അല്ലാന്ന്. ഇപ്രാവശ്യം നോക്കൂ, മുസ്ലിം ലീഗിന്റെ അകത്ത് തന്നെ വൻ പ്രശ്നമാണ്. ഈ ലീഗിലെ പ്രശ്നം എന്തിനാ നിങ്ങൾ നോക്കണേ? വെറുതെ മതേതരം പറയുന്നല്ലാണ്ട് മതേതരം എന്ന പ്രശ്നമില്ല. എല്ലാം മുസ്ലിം ലീഗാണ്. കാസർഗോഡിൽ കോൺഗ്രസിന് ഒറ്റ സീറ്റ് വിട്ടുകൊടുക്കുന്നില്ല. LDF-ന് ഇപ്പൊ തന്നെ ഒരു സീറ്റ് ഉണ്ട്. അവർ ഇനി സീറ്റ് കൂട്ടും. അല്ല, നിങ്ങളെ LDF-ന്റെ കാര്യം പറയുമ്പോ നേരെ അയ്യപ്പനെ വിളിക്കുന്നത്. അയ്യപ്പനാണ് LDF. എന്റെ പൊന്നേച്ചി, സ്വർണം കട്ടവരെയൊക്കെ പിടിച്ച് അകത്തിട്ടു. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ തന്നെ കള്ളന്മാരാണ്. ദേവസ്വം മിനിസ്റ്ററുടെ അടുത്തൊക്കെയാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ഓരോ വീട്ടിലൊക്കെ അയ്യപ്പന്റെ സ്വർണം കട്ട പകട്ടിക്കാർ വരുമ്പോ, അയ്യോ ഇവിടെ വരില്ല, നിങ്ങളെ സ്വർണത്തിന്റെ ശാപം ഞങ്ങൾക്ക് വേണ്ടേ, ശരണമയ്യപ്പ. അല്ല, ഈ കേന്ദ്ര ഫണ്ടുകളൊന്നും സംസ്ഥാനത്തിന് കിട്ടണില്ലെന്നാ സർക്കാർ പറഞ്ഞു. PM ശ്രീ പദ്ധതിയിലൊക്കെ ഒപ്പിട്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അത് തരുമല്ലോ. അഗ്രിമെന്റ് വെച്ചാലേ ഫണ്ട് കൊടുക്കുള്ളൂ. ഇവിടെ എന്താണ് അവർ ചെയ്യുന്നത്? വേണമെങ്കിൽ ഇനിയും ചോദിക്കുക, ഇനിയും തരൂ. മോദി അങ്ങനെയാണ്, വാരിക്കോരി കൊടുക്കുക മോദി. അപ്പൊ 13-ാം തീയതി വോട്ടെണ്ണം നമുക്കറിയാം. അല്ല, കേരളം ഭരിക്കുന്നത് LDF, കാസർഗോഡ് നഗരസഭയിലെ LDF ചിത്രത്തിലേ ഇല്ലല്ലോ. കാസർഗോഡ് നഗരസഭ ഭരിക്കുന്ന UDF-ന്റെ മുഖ്യകക്ഷിയായ മുസ്ലിം ലീഗാണ്. അതറിയത്തില്ലയോ സാറിന്? അതാ പറഞ്ഞ നിങ്ങൾ ചിത്രത്തിലേ ഇല്ല. ഞങ്ങൾ ചിത്രത്തിലുണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 1996. ഞങ്ങൾ ഭരിച്ച 5 കൊല്ലം സുവർണ്ണ കാലഘട്ടമായിരുന്നു കാസർഗോഡ്. ഒരു മാറ്റവും സംഭവിക്കാൻ പോകില്ല കേട്ടാ. ഇത്തവണ UDF തന്നെ ആയിരിക്കും കാസർഗോഡ്. ഇപ്രാവശ്യം മാറും, ഗതി മാറും. എല്ലാ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് ഇലക്ഷൻ അടുക്കുമ്പോൾ വർഗീയ കാർഡ് പുറത്തിറക്കുന്നു മുസ്ലിം ലീഗ്. ഓരോ വീടാന്തരം ആളുകളെ സ്ക്വാഡ് വർക്ക് ചെയ്തിട്ട് അവര് പറയുകയാണ് BJP വരും, BJP വരും, BJP വരും. അല്ല, 14 സീറ്റ് ഇപ്പൊ തന്നെ BJP കൊണ്ട് അവര് ഭരിച്ച ഒക്കൂല. 14 സീറ്റല്ലേ ഉള്ളൂ. മുസ്ലിം ലീഗ് 22 പിന്നെ BJP ഭരിക്കും. മിനിമം ഒരു 5 സീറ്റെങ്കിലും നമുക്ക് ഇപ്രാവശ്യം കിട്ടും. അഴിമതി രഹിത ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കാൻ മൂക്ക് കയറിയിട്ട് മുസ്ലിം ലീഗ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾക്ക് പറ്റും. ശബരിമല വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര എതിരാണ്. അവരെ എന്തെങ്കിലും സംരക്ഷിച്ചാ ഗവൺമെന്റ്? ഇല്ലല്ലോ. ഗവൺമെന്റിന് എന്താ അവരെ എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്തില്ല ഗവൺമെന്റ്. ശിക്ഷിക്കപ്പെടണോ? അകത്താണല്ലോ, നിങ്ങൾ പുറത്തുനിന്ന് അതാ പറഞ്ഞ. അതാണ് LDF സർക്കാർ. അകത്താ. ഡിസംബർ 13 വോട്ടെണ്ണം നമുക്ക് അറിയാലോ. തീർച്ചയായിട്ടും കാണാം. ചേട്ടന്മാരെ, അല്ല, ഈ കാസർഗോഡ് നഗരസഭയിൽ UDF-ന്റെ അവസ്ഥ എന്താ? UDF കാസർഗോഡ് ഭരിക്കുന്നത് നമ്മുടെ സ്വന്തം കോട്ടയാണ്. മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് മാത്രം നഗരസഭ നിങ്ങൾ ഭരിക്കുന്നത്. കോൺഗ്രസിന്റെ കൂടി പിന്തുണയോടെയാണ് UDF ഭരിക്കുന്നത്. അത് ജയിച്ചിട്ടുണ്ടോ സീറ്റുണ്ടോ എന്നുള്ളതല്ല. ഇവിടെ ജയിച്ച സീറ്റുകളിലൊക്കെ ഞങ്ങൾ കൂടെ ഒട്ടുകൊണ്ട് തന്നെയാണ്. ഒരു സംശയമില്ല. കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇല്ല. 2010 ഒരു വിജയം UDF ആവർത്തിക്കും, യാതൊരു തർക്കവും വേണ്ട. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അടക്കം ഞങ്ങൾ ഭരിക്കും. BJP-ക്ക് ഇപ്പൊ തന്നെ 14 സീറ്റ് ഉണ്ട്. അവരിനി സീറ്റ് കാസർഗോഡ് മഞ്ചേശ്വരത്തെ അസംബ്ലിയിൽ എത്ര കാലം സുരേന്ദ്രൻ വന്ന് മത്സരിച്ച് പോയി നിലം തൊടാൻ പറ്റില്ല. നിങ്ങൾ മുഴുവൻ തമ്മിത്തല്ല. CPM-ലൊക്കെ തല്ല് രൂക്ഷമായിട്ട് പാലക്കാടൊക്കെ എത്ര ആളുകളെ പുറത്ത് സ്വന്തമായിട്ട് മത്സരിക്കുക. നിങ്ങളെ പാർട്ടി ഓഫീസിൽ കിടന്ന അടികൂടിയൊക്കെ നമ്മൾ കണ്ട്. കുമ്പളയിലെ BJP-യിലെ കൊലപാതകയ്ക്ക് സീറ്റ് കൊടുത്തിട്ട് കുമ്പള ഓഫീസ് പൂട്ടിയിട്ടുണ്ട്. BJP ഓഫീസ് പൂട്ടിയിട്ടു. നിങ്ങൾ ഓഫീസിൽ കയറി അടിയും കൂടും. ആ പൂട്ടിയിട്ടോട് പുറത്താരും കണ്ടില്ല. അതിനകത്ത് അടി നടന്നിരുന്നു. നിങ്ങളുണ്ടോ? അതിനകത്ത് അടി കിടന്ന നിങ്ങളുണ്ടോ? ഞങ്ങൾ കണ്ടിരുന്നു. ഞങ്ങൾ കണ്ടിരുന്നു. സ്വർണം കട്ട കള്ളന്മാർക്കാരും വോട്ട് ചെയ്യോ? സ്വർണം കട്ട കള്ളന്മാരെ അകത്താക്കല്ലേ? ദേവസ്വം മന്ത്രി അറിയാതെ ഈ പട്ടാപ്പകൽ സ്വർണം കൊണ്ടുപോകാൻ പറ്റുമോ? ഇലക്ഷൻ ആയതുകൊണ്ട് പത്മകുമാറിനെതിരെ ഒരു കേസെടുത്ത് വെച്ചിരിക്കുക. അതിലൊക്കെ വലിയ മീനുകൾ വരാനുണ്ട്. ചേട്ടാ, ക്ഷേമ പെൻഷൻ കൊടുത്തതൊക്കെ LDF-ന് ഗുണം ചെയ്യുന്നേ. നിങ്ങൾ പെൻഡിങ് ഇട്ട ആരോഗ്യം നമുക്കറിയാം. അല്ല, അപ്പൊ നിങ്ങൾ ഭരണ നഗരസഭയിൽ നിങ്ങൾ ഭരിക്കുന്നാണ്. ഞങ്ങൾ ഒരു സംശയമാണ്.